ഇന്ത്യയിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായാൽ ആർക്കാണ് ലാഭം? തീവ്രവാദി ആക്രമണത്തിൽ സ്ഫോടനത്തിൽ ഒരുപാട് ആൾക്കാർ മരിച്ചാൽ ആരാണ് അതിൽ നിന്ന് ലാഭം എടുക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ഉയർത്തി ഫാമിലി മാൻ 3. ഫാമിലി മാൻ ഏറ്റവും പ്രമുഖമായ ഒരു വെബ് സീരീസ് ആണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇതിന്റെ ഇതിവൃത്തങ്ങളിൽ ഒന്നായ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ കുറിച്ച് 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഫാമിലി മാൻ ഉന്നയിക്കുന്നത്. വിശിഷ്യ എല്ലാ ഹിന്ദുത്വവാദികളെയും, പ്രത്യേകിച്ച് തീവ്ര ഹിന്ദുത്വവാദികളെ നിർബന്ധിച്ച് ഈ സീരീസ് മുഴുവൻ എഴുതി കാണിക്കണം. ഒന്ന്, നല്ല ഹിന്ദു പശ്ചാത്തലമുള്ള സീരീസ് ആണ്. ഇതിൽ ശ്രീകാന്ത് തിവാരി എന്ന് പറയുന്ന മനോജ് വാജ്പേയിയുടെ ക്യാരക്ടർ ബ്രാഹ്മണനാണ്, ഹിന്ദുവാണ്. ഒരു തമിഴ് ബ്രാഹ്മൺ സ്ത്രീ ആയിട്ടാണ് നമ്മുടെ പ്രിയാമണി അഭിനയിക്കുന്നത്. അതിലെ പൂജയും കാര്യങ്ങളും സാധനങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. ആ ഹിന്ദു പശ്ചാത്തലത്തിലുള്ള ഈ വ്യക്തി തീവ്രവാദി ആക്രമണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. തുടങ്ങുന്നത് തന്നെ ഒരു ബോംബ് ബ്ലാസ്റ്റിലൂടെയാണ്. അതായത് ഇന്ത്യൻ ഗവൺമെന്റ് നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു പീസ് മിഷൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഒരുപാട് കാലമായിട്ട് ഇഗ്നോർഡ് ആണ്. അവരിലേക്ക് പോകാൻ ഒരു പീസ് മിഷൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി ഒരുപാട് പേര് മരിക്കുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് പിന്നിൽ എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകളെ മറ്റും വെച്ചു. ഇന്ത്യയിലെ എല്ലാ തീവ്രവാദത്തെക്കുറിച്ചും നോർത്ത് ഈസ്റ്റിന്റെ പശ്ചാത്തലം വെച്ച് പറയുകയാണ്. എന്നിട്ട് ഈ ബോംബ് ബ്ലാസ്റ്റിന് പിന്നിൽ, ഒരുപാട് പേര് കൊല്ലപ്പെട്ട ഈ ബോംബ് ബ്ലാസ്റ്റിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ച് അവർ യാത്ര ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി ഈ നോർത്ത് ഈസ്റ്റ് സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെയും അവിടെ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു. പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു പ്രധാനമന്ത്രിയെ കൊല്ലാനല്ല, പക്ഷേ പ്രധാനമന്ത്രിയുടെ നേരെ പോലും ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇതിന്റെ എല്ലാം പിന്നിൽ ആരാണ് എന്ന പ്രസക്തമായ ചോദ്യമാണ്. അതിൽ അവസാനം ശ്രീകാന്ത് തിവാരി അന്വേഷിച്ചെത്തുമ്പോൾ, അല്ലെങ്കിൽ കഥ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ പിന്നിൽ കളക്റ്റീവ് എന്ന് വിളിക്കുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. ഇവരിതിൽ കൊടുക്കുന്ന പേര് കളക്റ്റീവ് എന്നാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടതുപോലെ, അല്ലെങ്കിൽ ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ട പോലെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഗൂഗിൾ ചെയ്യേണ്ടതുപോലെ, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. അതായത് ലോകത്ത് അശാന്തി ഉണ്ടെങ്കിൽ മാത്രമേ ആയുധങ്ങൾ വിൽക്കപ്പെടൂ. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും സന്തോഷത്തോടെ സുഖകരമായി മഹാത്മാഗാന്ധിയുടെയും മദർ തെരേസയുടെയും അബ്ദുൽ കലാമിന്റെയും ഒക്കെ പാതയിൽ ചിരിച്ച് സന്തോഷിച്ച് പോവുകയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ശാന്തിയുടെ പാതയിൽ, ഗാന്ധിജിയുടെ പാതയിൽ പോവുകയാണെങ്കിൽ ലോകത്ത് ആയുധങ്ങളുടെ ആവശ്യമുണ്ടോ? ആയുധങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെയാവും. അപ്പൊ എന്ത് വേണം? ലോകത്ത് അശാന്തി വേണം, ലോകത്ത് അക്രമം വേണം, ലോകത്ത് യുദ്ധം വേണം, പരസ്പര വിദ്വേഷം വേണം. ഈ വിദ്വേഷത്തെ മുതലാക്കുകയും ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നവരാണ് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. അത് ജുഗൽ ഹൻസ്രാജ് എന്നൊരു ബോളിവുഡ് ആക്ടറാണ് ചെയ്യുന്നത്. മൊഹബത്തേനിലൊക്കെ അഭിനയിച്ചത്. ഇതാണ് പ്രധാന വില്ലന്മാരിൽ ഒരാൾ. ഇയാളൊരു ഡ്രഗ് ഡീലറാണ്. ഈ ഡ്രഗ് ഡീലറെ വെച്ച് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മോശം കേൾക്കാൻ, ഇത് നോർത്ത് ഈസ്റ്റിലെ ചില ഗ്രൂപ്പുകളെ ഫ്രെയിം ചെയ്യാൻ, കൊടുക്കാൻ വേണ്ടി അവരുടെ മിലിറ്ററി യൂണിഫോം ഇട്ടുകൊണ്ട് ആക്രമണം നടത്തും. അതിനാണ് ഫോൾസ് ഫ്ലാഗ് അറ്റാക്ക്. അപ്പൊ നമുക്കെല്ലാം തോന്നും ആ നോർത്ത് ഈസ്റ്റിലെ ഗ്രൂപ്പുകൾക്കാണ്, അവർക്കെതിരെ ഗവൺമെന്റ് നടപടി എടുക്കണം, അത് യുദ്ധമായി മാറണമെന്ന് ആഗ്രഹിക്കും. ഇത് തന്നെയാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത്. അപ്പോൾ അവരവസാനം അന്വേഷിച്ച് വരുമ്പോൾ ഈ ഫോൾസ് ഫ്ലാഗ് അറ്റാക്കിന്റെ പിന്നിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും ആയുധ വ്യാപാരികളുമാണ്. അവർ പ്രധാനമന്ത്രിയെ കൊണ്ടൊരു ഡീല് സൈൻ ചെയ്യിക്കാൻ വർഷങ്ങളായി ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി ആ ഡീലിന് അടുത്തെത്തുകയും ചെയ്യുന്നുണ്ട്. കാര്യം ആയുധങ്ങളൊക്കെ ആവശ്യമാണ് മിലിറ്ററിക്ക്. പക്ഷേ വൻ രീതിയിൽ ഇത് കുന്നുകൂട്ടുന്നതിന്റെ പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങൾ ചില ആൾക്കാർക്കുണ്ട്. പക്ഷേ അതിനിപ്പം പ്രയോറിറ്റി ഇല്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു. പ്രധാനമന്ത്രിക്ക് ആ പ്രയോറിറ്റി തോന്നിക്കാനും ഈ ഡിഫൻസ് ഡീൽ സൈൻ ചെയ്യിക്കാനും കൂടുതൽ ആയുധങ്ങൾ മേടിപ്പിക്കാനുമുള്ള മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ ഒരു ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ ഈ തീവ്രവാദ ആക്രമണത്തിൽ വരുന്നത്. അതൊരു തീവ്രവാദിയുമല്ല ചെയ്യുന്നത്, കാശ് മേടിച്ചുകൊണ്ട് ഈ ഡ്രഗ് ഡീലേഴ്സിനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. ഇത് അവസാനം നമ്മുടെ ശ്രീകാന്ത് തിവാരി, മനോജ് വാജ്പേയി കണ്ടെത്തുന്നതാണ്. ഇതാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് വേണ്ടി ഡീൽ ചെയ്യുന്ന മീര എന്ന പേരുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ ഹിന്ദുത്വവാദികളെയും നിർബന്ധപൂർവ്വം കാണിക്കണം, പ്രത്യേകിച്ച് തീവ്ര ഹിന്ദുത്വവാദികളെ പിടിച്ചിരുത്തി കാണിക്കണം. ഇവരുടെ വികാരങ്ങളും ഇവർ ഈ ആന്റി നാഷണൽ അല്ലെങ്കിൽ ദേശവിരുദ്ധൻ എന്നൊക്കെ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ നായകനായ മനോജ് വാജ്പേയി, ബ്രാഹ്മണനായ ഹിന്ദുവായ ഈ വ്യക്തിയുടെ മകളെ അടക്കം ആന്റി നാഷണൽ എന്ന് പറയുന്ന ഈ തീവ്ര വലതുപക്ഷം ചെയ്യുന്നുണ്ട്. അതിനെ ബൂസ്റ്റ് ചെയ്യുന്നതൊക്കെ വിദേശത്ത് നിന്ന് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ വളരെ സങ്കീർണമായ ഒരു സ്റ്റോറി, വളരെ രസകരമായി പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് സ്ലോ ആയി, കുറച്ചുകൂടി സ്പീഡിൽ പറയായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പക്ഷേ പ്രൗഢഗംഭീരമായ, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് ഈ ഫാമിലി മാൻ്റെ
സീരീസ് വളരെ പോപ്പുലറുമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. പലപ്പോഴും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ഇമോഷൻസിനെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ, സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടാക്കാൻ, വർഗീയതയ്ക്ക് എന്താ പറയുക എണ്ണ ഒഴിക്കുന്നത്, അല്ലെങ്കിൽ വിഭാഗീയതയ്ക്ക് എണ്ണ ഒഴിക്കുന്നത്, എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത്, ആളിക്കത്തിക്കുന്നതും സ്ഫോടനം ഉണ്ടാക്കുന്നതും സാമ്പത്തിക താല്പര്യമുള്ള ബിസിനസ്സുകാരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഫാമിലി മാൻ നമുക്ക് തരുന്നുണ്ട്. അവസാനം ഇന്ത്യയെ ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നതിന്റെ കാരണം, അങ്ങനെയാണെങ്കിൽ ചൈനയും ആയുധം മേടിക്കും, പാകിസ്ഥാനും ആയുധം മേടിക്കും, ഇന്ത്യയും ആയുധം മേടിക്കും. എന്നിട്ട് ഇതിലൊരു പാകിസ്ഥാനി ക്യാരക്ടർ ഉണ്ട്, സമീർ. ആ പാകിസ്ഥാനി ക്യാരക്ടർ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ചായ കുടിക്കാൻ കാശില്ല. ആ അവസരത്തിലാണ് ഇവന്മാരെ നമ്മളോട് ആയുധം മേടിക്കാൻ പറയുന്നത്. ഈ ആയുധം മേടിച്ചില്ലെങ്കിലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വെപ്പൺസ് ലോബി അല്ലെങ്കിൽ ആയുധ ലോബിയുടെ ആൾക്കാർക്ക് അവർക്കും കഞ്ഞി കുടിക്കണ്ടേ? അപ്പൊ അവരെന്ത് ചെയ്യും? ലോകത്ത് അശാന്തി ഫണ്ട് ചെയ്യും, അസമാധാനം ഫണ്ട് ചെയ്യും, യുദ്ധങ്ങൾ ഫണ്ട് ചെയ്യും, പ്രശ്നങ്ങൾ ഫണ്ട് ചെയ്യും, ആ നാട്ടിലെ വർഗീയതയും വിഭാഗീയതയും വിദ്വേഷവും ഫണ്ട് ചെയ്യും. ഈ ഫണ്ട് ചെയ്ത് അവർ വളർത്തുന്നത് പരസ്പരം ജനങ്ങളെ അടികൂടിച്ച് സ്പർദ്ധ ഉണ്ടാക്കാനും വിദ്വേഷം കത്തിച്ച് പൊട്ടിക്കാനുമാണ്. ഈ തിരിച്ചറിവാണ് ഫാമിലി മാൻ തരുന്നത്. പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് കാണണം. നമ്മുടെ രാജ്യത്തെ അടക്കം പല ഇമോഷൻസിനെ മീഡിയയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇതിന്റെ പിന്നിൽ ഒരു സാമുദായികതയും വർഗീയതയും ഏതെങ്കിലും പ്രദേശവാദമൊന്നുമല്ല. ലാഭമുണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ആയുധ ലോബിയാണ്. അങ്ങനെ ഇന്ത്യയെ ചൈനയും പാകിസ്ഥാനിലേക്കും യുദ്ധത്തിന് നയിക്കാൻ ഇവർ നോക്കുകയും, ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കും വരുന്നത്, ഇവരത് എങ്ങനെ തടയും എന്ന് കാണേണ്ടിയിരിക്കും. കണ്ടിരിക്കേണ്ട സീരീസാണ്. ലോകത്തിൽ നമ്മൾ കാണുന്നത് പോലെ അല്ല കാര്യങ്ങൾ. മാസങ്ങളും വർഷങ്ങളും എടുത്താണ് വർഗീയ കലാപങ്ങളും യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു മെറ്റിക്കുലസ് പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഒരു ദിവസം പൊട്ടിപ്പുറപ്പെടുന്നൊന്നുമല്ല. അതായത് മാസങ്ങളോളം പ്ലാൻ ചെയ്ത് ബ്ലൂ പ്രിന്റ് വരച്ച് എഴുതി, ഇവിടെ കലാപം ഉണ്ടാക്കണം, ഇവിടെ യുദ്ധം ഉണ്ടാക്കണം, ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് കോർപ്പറേറ്റ് ബോർഡ് റൂംസിൽ നിന്ന് എഴുതിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിന് ഏതെങ്കിലും ഒരു സ്പാർക്ക് വഴിയിൽ നിന്ന് കിട്ടുന്നു, അവർ തുടങ്ങുന്നു എന്ന് മാത്രം. ഈ സത്യങ്ങൾ ഹിന്ദുത്വവാദികൾ തിരിച്ചറിയണം, പ്രത്യേകിച്ച് വിശാലാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യക്കാർ തിരിച്ചറിയണം. അതിന് നിർബന്ധമായിട്ടും ഈ ഫാമിലി മാൻ കണ്ടിരിക്കണം. നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങൾ, നമ്മുടെ രാജ്യത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരുപാട് ലെയറുകളുണ്ടെന്നും ആ ലെയറുകൾ മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണമെന്നുള്ള വലിയ സന്ദേശമാണ് ഫാമിലി മാൻ തരുന്നത്. ജയ് ഹിന്ദ്.